ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. മഹാരാഷ്ട്രയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ശരിക്കും അട്ടിമറി നടന്നിരിക്കുന്നു. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്ന് പറഞ്ഞാൽ EVM-ൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം നടത്തിക്കൊണ്ടാണ് അവിശ്വസനീയമായ ഭൂരിപക്ഷത്തിലേക്ക് BJPയും BJPയുടെ സഖ്യകക്ഷികളും നേടിയത് എന്നാണ് പറയുന്നത്. ഇത് പ്രധാന കാരണം ദി വയർ എന്ന് പറഞ്ഞിരിക്കുന്ന എക്കാലത്തും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഏറ്റവും തെളിവായിട്ട് അവർ കൊണ്ടുവരുന്നത് തെളിവുകളെല്ലാം അവർ ഇത്തരത്തിൽ അവരുടെ അന്വേഷണത്തിൽ കൊണ്ടുവരുന്ന വാർത്തകളെല്ലാം തന്നെ വളരെ കോളുകളൊക്കെ സൃഷ്ടിക്കുന്നതാണ്. അവർ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഇത്തരത്തിലൊരു ആക്ഷേപം എന്നല്ല, അവർ തെളിവുകൾ സമർപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയർ പറഞ്ഞിരിക്കുന്നു 288 അസംബ്ലി മണ്ഡലങ്ങളിൽ 280-നകത്തും പോൾ ചെയ്യപ്പെട്ട വോട്ടിനേക്കാൾ 5,11,000 പരം വോട്ടുകൾ കൂടുതൽ എണ്ണി. അതുകൊണ്ടാണ് BJPക്ക് 288 സീറ്റിൽ 226 സീറ്റും നേടാൻ കഴിഞ്ഞത്. അത്തരത്തിൽ കൃത്രിമത്വം കാണിച്ചിരിക്കുന്നു. പോൾ ചെയ്യപ്പെടാത്ത വോട്ടിനേക്കാൾ 5,11,000 പരം വോട്ടുകൾ കൂടുതൽ എണ്ണി BJPയെ ജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ പിന്നെയുള്ള 8 മണ്ഡലങ്ങളിൽ അവിടെ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPയും മറ്റുമൊക്കെയാണ് ജയിച്ചതെങ്കിൽ പോലും അവിടെയൊക്കെ വോട്ട് ചെയ്തതിനേക്കാൾ കുറവും ആണ് എണ്ണപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിൽ ഉള്ള ഒരു വലിയൊരു വിവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അതിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ. കാരണം EVM ഇന്നും ഉപയോഗിക്കുന്നത് ലോകത്ത് മറ്റെങ്ങും ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയിൽ, ഇത്രയധികം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ മാത്രമാണ് EVM ഉപയോഗിക്കുന്നത്. കാരണം സമയലാഭമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാമ്പത്തികമായ ലാഭമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് EVM ആണ് എണ്ണുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ രാജ്യത്ത്, വലിയ ജനാധിപത്യ രാജ്യത്തിൽ EVM ഉപയോഗിച്ച് ഇത് സാധ്യമാകുമ്പോൾ ഇത് അട്ടിമറിക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്നു എന്നുള്ളൊരു ആക്ഷേപം വന്നിരിക്കുന്നു. ഈ ആക്ഷേപത്തിനെ BJPയും NDAയും യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കുക എന്ന് പറയുന്നത് EVM എന്ന് പറയുന്ന ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത് തന്നെ UPA സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് യാതൊരു പാളിച്ചയുമില്ല എന്നവർ പറയുന്നു. ഇതുകൂടാതെ ഇലക്ഷൻ കമ്മീഷനെ കഴിഞ്ഞ മൂന്നാം തവണയെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ ഭരണത്തിൽ എന്തും നടക്കും, എന്ത് കൃത്രിമത്വവും നടക്കും എന്നുള്ള ഒരു സംവിധാനം വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തുടർച്ചയായുള്ള 3 വിജയങ്ങളിൽ അത് പരസ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഇത് കൂടാതെ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു കഷ്ടിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ 6 മാസത്തിനകത്ത് ആയിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിൽ കൃത്രിമത്വം നേടിയാണ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP വിജയിച്ചതും NDA വിജയിച്ചതും മൂന്നാമതും ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മറ്റാരുമല്ല പറയുന്നത്, യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പരകാര പ്രഭാകരൻ, അദ്ദേഹം ഇവിടെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ 1-2 മാസം കഴിഞ്ഞിട്ട് ഇവിടെ കോവളത്ത് വന്നിരുന്നു. അദ്ദേഹം ഒരു സെമിനാറിൽ, ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതാണ്ട് 73 സീറ്റുകളിൽ കൃത്രിമത്വം കാണിച്ചിട്ടാണ് BJP മൂന്നാമതും തുടർഭരണം ഉണ്ടാക്കിയെടുത്തു എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയ വൻ അട്ടിമറി നടത്തിയിരിക്കുന്നു. വൻ ഭൂരിപക്ഷത്തിൽ BJP നേതൃത്വം നൽകുന്ന BJPയും BJPയുടെ കീഴിൽ വരുന്ന മറ്റ് പാർട്ടികളും NCP തന്നെ ഉണ്ട്. അതുകൂടാതെ ഫട്നാവിസിൻ്റെ പാർട്ടിയുണ്ട്. തുടങ്ങി 2-3 പാർട്ടികൾ ചേർന്ന് അവർ വിജയം നേടിയിരിക്കുന്നത് ഇത്തരത്തിൽ 5,11,000 വോട്ടിൻ്റെ കൃത്രിമത്വം കാണിച്ച്. കൃത്രിമത്വം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാത്ത വോട്ട് കൂടുതലായി എണ്ണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് EVM-ൽ കാണിച്ചിരിക്കുന്ന കൃത്രിമത്വമാണ് എന്നുള്ളതാണ് അതിനകത്ത് തെളിവുകളായിട്ട് വരുന്നത്. ഇതുകൂടാതെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPക്കും മറ്റും ജയിച്ച ഭാഗങ്ങളിൽ വോട്ട് ചെയ്തതിനേക്കാൾ കുറവാണ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശരത് പവാറും കൂട്ടരും VVPAT കൂടെ എണ്ണണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. അതുകൂടാതെ മറ്റ് ഡെമോക്രാറ്റിക് പ്രോസസ്സുകൾ കൃത്യമായി നടക്കണം, ജനാധിപത്യ പ്രക്രിയകൾ കൃത്യമായി നടക്കണം എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ വാച്ച് ഡോഗായിട്ട് നിൽക്കുന്ന ചില
സ്വതന്ത്ര സംഘടനകൾ NGOs എല്ലാം തന്നെ അവരും ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അത്തരത്തിലൊന്നും നടന്നിട്ടില്ല, അതൊക്കെ വെറുതെയാണ്, ആക്ഷേപമാണ്, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. നമുക്കിതറിയാം, കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ മോഡി സർക്കാരിൻ്റെ കീഴിൽ ഈ കാലം അത്രയും ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPക്ക് അനുകൂലമായി വന്നിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും ഒരിക്കൽ പോലും കൃത്രിമത്വത്തെ അംഗീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഓരോ നിലപാടുകളും എടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ അത് കൃത്യമായി സത്യസന്ധമായി അന്വേഷിക്കുന്നതിനൊന്നും തന്നെ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വളരെ വിവാദപരമായിട്ടാണ് 5,11,000 വോട്ടിൻ്റെ കൃത്രിമത്വം എന്ന് പറഞ്ഞാൽ BJPക്ക് 226 സീറ്റുകൾ ജയിക്കാൻ അത് തന്നെ ധാരാളമായിരിക്കുന്നു. അപ്പോൾ ശരിക്കുള്ള കൃത്രിമത്വം കാണിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ബോംബെയുടെ പ്രത്യേകത, മഹാരാഷ്ട്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോംബെ പോലുള്ള ഇത്തരം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിര കേന്ദ്രം എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുവാൻ പിന്നെ മറ്റൊന്നിനും വേണ്ട. സാമ്പത്തികമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ തന്നെ ധാരാളമായിരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും നിലനിന്ന് പോകുവാൻ. വെറും നിലനിൽക്കുക അല്ല, വളരെ അഫ്ലുവൻ്റായിട്ട് വളരെ അമിതമായിട്ടുള്ള സാമ്പത്തിക ഇടപെടൽ രാജ്യവ്യാപകമായി നടത്തുവാൻ മഹാരാഷ്ട്ര പോലുള്ളൊരു ഒരു സംസ്ഥാനം പിടിച്ചെടുത്താൽ നടക്കും എന്നുള്ളതിന് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത് കൂടെ കണക്കാക്കിയാണ് BJP നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്രയിലെ NDA സഖ്യം ഇത്രയധികം മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ. ഇത് ആക്ഷേപമല്ല, ഇതിനു വേണ്ടിയുള്ള എല്ലാ തെളിവും നൽകാമെന്ന് ദി വയർ എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ അവർ പറഞ്ഞിരിക്കുന്നു. ഏത് കാലത്ത് എപ്പോൾ വേണമെങ്കിലും ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ അത്തരത്തിലുള്ള തെളിവുകൾ നൽകാൻ താങ്കൾ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്നും നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, AICC അംഗമാണ്. അദ്ദേഹം ആണ് അവിടെ കോൺഗ്രസിൻ്റെ നിരീക്ഷകനായിട്ടും കോൺഗ്രസിൻ്റെ പാർട്ടിയെ നടത്തുവാൻ വേണ്ടി പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ എല്ലാ ചുമതലകളോടും കൂടി അവിടെ എത്തിയിരുന്നത്. അദ്ദേഹവും വളരെ അന്താളിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഹിന്ദി നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിന് മഹാരാഷ്ട്ര നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചുമതല കിട്ടിയപ്പോൾ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചതും അവിടുത്തെ ജനങ്ങളുടെ പൾസും ഒക്കെ കണ്ടപ്പോൾ മൊത്തത്തിലുള്ളൊരു വികാരം മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പാർട്ടികൾ NCP ഉൾപ്പെടെ ശരത് പവാറിൻ്റെ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു ഫലം വന്നിരിക്കുന്നു. അപ്പോൾ ഈ കൃത്രിമത്വം കൊണ്ട് മാത്രമാണ് BJPക്ക് ഇത്രയധികം വൻ ഭൂരിപക്ഷം ലഭിച്ചത് എന്ന് അദ്ദേഹം കൂടെ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അത് പഠനം നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള കൃത്രിമത്വം അല്ലെങ്കിൽ മറ്റെന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമെന്നും പരിശോധന നടത്തും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ന് ലോകം മൊത്തം വീക്ഷിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്ന ഒരു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം, അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയം, BJPക്ക് അനുകൂലമായ വിജയത്തെ ലോകം മൊത്തം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇത് നിഷേധിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സാധ്യതകൾ കൂടിയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ആലോചിക്കുന്നത്.